ക്രിക്കറ്റ് സ്റ്റമ്പിന്റെ ഉയരം എത്ര? 36 ഇഞ്ച്, 28 ഇഞ്ച്, 52 ഇഞ്ച്, 18 ഇഞ്ച്. ഉത്തരം 28 ഇഞ്ച്. സ്റ്റമ്പുകളുടെ മുകൾ ഭാഗം കളിക്കുന്ന പ്രതലത്തിൽ നിന്ന് 28 ഇഞ്ച് അല്ലെങ്കിൽ 71.12 സെന്റിമീറ്റർ ഉയരത്തിലായിരിക്കണം. ഇന്ത്യയിലെ കെട്ടിടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? കൊൽക്കത്ത, ആഗ്ര, ചെന്നൈ, മുംബൈ. ഉത്തരം മുംബൈ. ഇന്ത്യയിലെ കെട്ടിടങ്ങളുടെ നഗരം എന്നാണ് മുംബൈ അറിയപ്പെടുന്നത്. മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ലണ്ടൻ, കാനഡ, നേപ്പാൾ, ചൈന. ഉത്തരം കാനഡ. കനേഡിയൻ നഗരമായ ബ്രാംപ്ടൺ പഞ്ചാബിൽ വേരുകളുള്ള ഏകദേശം 20% ജനസംഖ്യയുള്ളതും അനൗപചാരികമായി മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്നതുമാണ്. കർണികാരം എന്നറിയപ്പെടുന്ന പൂവേത്? അശോകം, കായാമ്പു, കണിക്കൊന്ന, മന്ദാരം. ഉത്തരം കണിക്കൊന്ന. ഗോൾഡൻ ഷവർ എന്നും അറിയപ്പെടുന്ന തായ്ലൻഡിന്റെ ദേശീയ പുഷ്പവും കേരളത്തിന്റെ സംസ്ഥാന പുഷ്പവുമായ കണിക്കൊന്നയാണ് കർണികാരം എന്നറിയപ്പെടുന്നത്. മലയാളം ആദ്യമായി അച്ചടിച്ച രാജ്യം ഏത്? നെതർലൻഡ്, ന്യൂസിലാൻഡ്, തായ്ലൻഡ്, ഫിൻലാൻഡ്. ഉത്തരം നെതർലാൻഡ്. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തൂസ് മലബാർക്കസ് എന്ന പുസ്തകത്തിലാണ് മലയാളം ലിപി ആദ്യമായി അച്ചടിയിൽ വന്നത്. ബെഞ്ചമിൻ ബെയ്സ്ലി 1821 കോട്ടയത്തൊരു അച്ചടിശാല സ്ഥാപിക്കുകയും 1824 ആദ്യത്തെ മലയാള പുസ്തകം അച്ചടിക്കുകയും ചെയ്തു. ഏതിന്റെ കുറവാണ് വയറിൽ കൊഴുപ്പടിയുന്നതിന് കാരണമാകുന്നത്? ഉറക്കം, നടത്തം, അന്നജം, വെള്ളം. ഉത്തരം ഉറക്കം. മതിയായ ഉറക്കത്തിന്റെ അഭാവം മൊത്തത്തിൽ വയറിലെ കൊഴുപ്പ് വിസ്തൃതിയിൽ 9% വർധനയ്ക്കും വയറിലെ വിസറയിൽ 11% വർധനയ്ക്കും കാരണമാകും. തൈറോയ്ഡ് ഉണ്ടായാൽ നഖം കാണിക്കുന്ന ലക്ഷണം എന്ത്? വെള്ളപ്പാട്, പൊട്ടൽ, ചുവപ്പ് പാട്, വളർച്ചക്കുറവ്. ഉത്തരം പൊട്ടൽ. ഹൈപ്പോതൈറോയിഡിസം പൊട്ടുന്നതും വരണ്ടതുമായ നഖങ്ങൾക്ക് കാരണമാകും. അത് എളുപ്പത്തിൽ പൊട്ടാം. കൂടാതെ നഖങ്ങൾ മഞ്ഞനിറമാവുകയോ വരമ്പുകൾ ഉണ്ടാകുകയോ ചെയ്യാം. മറുവശത്ത് ഹൈപ്പർ തൈറോയിഡിസം നേർത്തതും പൊട്ടുന്നതുമായ നഖങ്ങളിലേക്ക് നയിച്ചേക്കാം. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏത്? മഹാഗണി, വീട്ടി, തേക്ക്, പ്ലാവ്. ഉത്തരം തേക്ക്. കപ്പൽ നിർമ്മാണത്തിന് ഏറ്റവും പ്രശസ്തവും ചരിത്രപരമായി ഉപയോഗിക്കുന്നതുമായ ഒരു മരമാണ് തേക്ക്. തേക്ക് തടി അതിന്റെ സ്വാഭാവിക ഗുണങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇത് സമുദ്ര സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നതിന് വളരെ അനുയോജ്യവുമാണ്. മരണാനന്തര ചിലവിന് വേണ്ടി സ്ത്രീകൾ അണിഞ്ഞിരുന്ന ആഭരണം ഏത്? മിഞ്ചി, താലി, മൂക്കുത്തി, പാദസരം. ഉത്തരം മൂക്കുത്തി. മരണാനന്തര ചിലവിന് വേണ്ടിയുള്ള ആഭരണങ്ങളായിട്ടും കൂടിയാണ് ഒരു കാലത്ത് മൂക്കൂത്തി സ്ത്രീകൾ അണിഞ്ഞിരുന്നത്. മൂക്കൂത്തി ഊരിയെടുക്കാൻ പ്രയാസമായതിനാൽ അത് പെട്ടെന്ന് ഊരി മാറ്റില്ലായിരുന്നു എന്നത് ഒരു കാരണമായിരുന്നു. ഇഞ്ചിയുടെ ഏത് ഭാഗമാണ് നടുന്നത്? തണ്ട്, വേര്, വിത്ത്, കിഴങ്ങ്. ഉത്തരം തണ്ട്. നോഡുകളും ഇന്റർനോഡുകളും ഉള്ളതിനാൽ ഇഞ്ചി ഒരു തണ്ടാണ്, വേരല്ല. ഇതൊരു റൈസോമാണ്.
തണ്ടിന്റെ ഭൂഗർഭ പരിഷ്കരണം. നോഡുകളും ഇന്റർനോഡുകളുമുള്ള ഒരു ശാഖ തിരശ്ചീനമായി വളരുന്ന തണ്ടാണ് റൈസോം. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.